എല്ലാവർക്കും നമസ്കാരം. മൈ ലിറ്റിൽ ഹാപ്പിനെസ് ബൈ പൂജയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുകയാണല്ലോ, സേഫ് ആയിരിക്കുകയാണല്ലോ. ഇപ്പോൾ എന്തായാലും ഒരുപാട് പാചക പരീക്ഷണമൊക്കെ നടക്കുന്ന സമയമല്ലേ, എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാനും വിചാരിച്ചു ഇന്നൊരു മാരി ബിസ്ക്കറ്റ് കൊണ്ട് ഒരു മഗ് കേക്ക് ഉണ്ടാക്കാമെന്ന്. വളരെ വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. മാരി ബിസ്ക്കറ്റ് അതെല്ലാവരുടെയും വീട്ടിലുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരു ബനാന, അത് ഏത് പഴമായാലും കുഴപ്പമില്ല. നേന്ത്രപ്പഴമാണെങ്കിൽ ഒരെണ്ണം, പിന്നെ ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഒരു മഗ്ഗിനുള്ളതാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. പിന്നെ വേണ്ടത് പാലാണ്. പാല് ഇത്ര അളവെന്ന് ഞാൻ പറയുന്നില്ല, അതിനെ നമുക്കൊരു ബാറ്റർ പരുവാക്കാനുള്ള പാല്. പിന്നെ ബേക്കിംഗ് സോഡ, ഇത് ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടായിന്ന് വരില്ല. ഇനി അഥവാ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും അതൊന്ന് പൊങ്ങി വരണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ കേക്ക് നന്നായിട്ട് ഫ്ലഫി ആവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിലാണ് നല്ലത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇടാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു കപ്പിന് 6 മുതൽ 8 വരെ ഒരു 8 ബിസ്ക്കറ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനൊരു 8 ബിസ്ക്കറ്റ് ഇതാ പൊട്ടിച്ചിടുകയാണ് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ റോബസ്റ്റയുടെ ഒരു പഴമാണ് എടുക്കുന്നത്. ഒരു കപ്പിന് ഒരു പഴം വീതം. ഓക്കെ, വീഡിയോയ്ക്ക് കുറച്ച് ഷേക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ പഴം അതിലിട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് പാൽ ആദ്യം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ എന്താ 1/2 സ്പൂൺ ഈ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. നമ്മളിത് ബ്ലെൻഡ് ചെയ്തിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണ്ട കേട്ടോ. ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ പീസ് ബനാനയൊക്കെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ ഇങ്ങനെ ഒരു വളരെ സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടില്ല. കുറച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസ് ഓഫ് ബനാന ഉണ്ടേനും. ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള കപ്പാണ് എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ചൂടായി കഴിയുമ്പോൾ ചിലപ്പം കപ്പ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള കപ്പിൽ ഒരു 1/4 ഭാഗം ഈ ഒരു ബാറ്റർ ഒഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി ഇങ്ങനെ പൊങ്ങി വരും ഈ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1/4 ഭാഗം മതി. മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്, ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇനി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. കുക്കറിൽ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നടച്ച് വെച്ച് 5 മിനിറ്റ് ചൂടാക്കുക. ഓക്കെ, ഈ ഉപ്പ് എത്ര ഇടണം എന്നുള്ളതിന് ഒരു കണക്കൊന്നുമില്ല കേട്ടോ. കുറച്ചൊരു ചെറിയൊരു അളവിലിടുക, നിറഞ്ഞു കിടക്കുന്ന രീതിയിൽ ആ താഴ്ഭാഗം. പിന്നെ ഇതുപോലൊരു പ്ലേറ്റ്, അത് ഏത് പ്ലേറ്റ് വേണമെങ്കിലും വെക്കാം. അങ്ങനെ ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കപ്പ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇളകാത്ത രീതിയിലുള്ള പ്ലേറ്റ് വേണം കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാ കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇതങ്ങനെ പൊങ്ങി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയും ഞാനൊരു 15 മിനിറ്റും കൂടി വെച്ചു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മുകളിൽ ക്രാക്ക് ആയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെയാണ് വരിക. അങ്ങനെ ചെയ്താലേ, ഇങ്ങനെ ഇത്ര നേരം വെച്ചാലേ നമുക്ക് നല്ല വെന്തിട്ടുള്ള കേക്ക് വരുള്ളൂ. അത് ചെക്ക് ചെയ്യാനാണ് ഞാനിപ്പോൾ ഒരു കത്തി വെച്ച് അത് ഉള്ളിലേക്ക് കുത്തി നോക്കിയത്. അപ്പം നമുക്ക് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ദാറ്റ് മീൻസ് കേക്ക് വെന്തിട്ടുണ്ടെന്നാണ്. ഇനിയാണ് ഗംഭീര പരിപാടി നടന്നത്. ഞാനിത് ഡെക്കറേറ്റ് ചെയ്ത് കോളാക്കി വെച്ചു എന്നുള്ളതാണ്. ഞാൻ ആ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനൊക്കെ വിചാരിച്ചു. സംഭവം ആകെ പാളിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. കുറച്ചുകൂടി നല്ല ക്രിയേറ്റിവിറ്റി ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നല്ല ബുദ്ധിപരമായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തോളൂ. ഞാനിത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ആ ഫൈനൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ നന്നായിട്ടൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലും ടേസ്റ്റ് അത്യുഗ്രനായിരുന്നു. അതിലൊരു കോംപ്രമൈസും ഇല്ല, ഒരു ഡൗട്ടും വേണ്ട. ഇതാ കണ്ടില്ലേ, ഞാൻ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ കേക്ക് ഇതാ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കണ്ടില്ലേ, സൈഡൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ പഴവും പിന്നെ ഈ പറഞ്ഞ മുന്തിരിയും ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഗംഭീരമായിരുന്നു. ഒരാളിതാ കേക്കിൻ്റെ മണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ആൾ പിടിച്ച് നടക്കാനൊക്കെ ഉള്ള ശ്രമത്തിലാണ്. ആ ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കും ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് കൊടുത്തു കേട്ടോ. പക്ഷെ എന്നാലും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം കൊടുത്തില്ല. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ റെസിപ്പി ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത തവണ വീണ്ടും കാണാം. ബൈ.